ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ എന്ന ടോപ്പിക്കിനെയാണ്. ട്രാൻസിസ്റ്റർ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഇലക്ട്രോണിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഡിവൈസാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ആക്റ്റീവ് ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. മോഡേൺ ഇലക്ട്രോണിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ട് ഓഫ് ദി മോഡേൺ ഇലക്ട്രോണിക്സ് എന്നാണ് ട്രാൻസിസ്റ്ററിനെ അറിയപ്പെടുന്നത്. ആക്ച്വലി ട്രാൻസിസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ സിഗ്നലിനെ, അത് ഒന്നെങ്കിൽ കറണ്ട് ഫോം ആയിരിക്കാം അല്ലെങ്കിൽ വോൾട്ടേജ് ഫോം ആയിരിക്കാം. കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഫോമിലുള്ള ഏതെങ്കിലും ഒരു ഫോം, ഒന്നെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഫോമിലുള്ള ഒരു ചെറിയ സിഗ്നലിനെ അത് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക, വിച്ച് മീൻ ആംപ്ലിഫൈ ചെയ്യുക. ആ ആംപ്ലിഫൈ ചെയ്തിട്ട് ലാർജ് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഔട്ട്പുട്ടായിട്ട് തരുന്ന ആളാണ് നോർമലി ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. വിച്ച് മീൻ ഒരു സ്മോൾ സിഗ്നലിനെ ലാർജ് സിഗ്നലാക്കിയിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡേൺ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫിക്കേഷൻ അല്ലാതെ വേറെയും പർപ്പസുകളും അപ്ലിക്കേഷൻസുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ആംപ്ലിഫിക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 1947 ട്രാൻസിസ്റ്റർ ആക്ച്വലി ഇൻവെൻറ്റ് ചെയ്യുന്നത്. അത് വാൾട്ടർ എച്ച് ബ്രസീലും അതേപോലെ തന്നെ ജോൺ ബാർലോവും കൂടെയാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ ആക്ച്വലി ഇൻവെൻറ്റ് ചെയ്തിരുന്നത്. ഞാനിത് പറയാൻ കാരണം, ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ട്രാൻസിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഈ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തത്, അല്ലെങ്കിൽ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെയാണ് നമ്മൾ വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. വാക്വം ട്യൂബ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻവെൻഷന് മുമ്പ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയാണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 1947 വാൾട്ടർ എച്ച് ബ്രസീലും ജോൺ ബാർലോയും ഈ വാക്വം ട്യൂബ് റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തത്. ഈ വാക്വം ട്യൂബിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്ക് വരുന്ന സമയത്ത്, നോർമലി വാക്വം ട്യൂബ് എന്ന് പറയുന്നത് വളരെ വലിയ സൈസുള്ള, ലാർജ് പവർ കൺസ്യൂം ചെയ്യുന്ന, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ട്രാൻസിസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് വളരെ കുറഞ്ഞു, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൈസിലേക്ക് വന്നു, ഹീറ്റ് ലോസുകൾ വളരെ കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കുറഞ്ഞു, സിമ്പിൾ കൺസ്ട്രക്ഷനായി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ട്രാൻസിസ്റ്ററിന് വളരെ പ്രചാരം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ട്രാൻസിസ്റ്ററിന് പല ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുണ്ട്. ബൈപോളാർ ട്രാൻസിസ്റ്റർ ഒരു ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്, BJT എന്ന് പറയും, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതല്ലെങ്കിൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ഒറ്റ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ട്രാൻസിസ്റ്ററിൻ്റെ FET എന്ന് സിംപ്ലി വിളിക്കും, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, വിച്ച് മീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഫീൽഡ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് FET എന്ന് പറയുന്നത്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, UJT, BJT, ഇതൊക്കെ പല ടൈപ്പ് ട്രാൻസിസ്റ്ററുകൾക്ക് എക്സാമ്പിളാണ്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ നമ്പറുകൾ പറയുമ്പോൾ BC107 കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. 2N6004 ഒരു ട്രാൻസിസ്റ്ററാണ്. നമ്മൾ 2N എന്ന് പറയുന്നത് 2 ജംഗ്ഷനുള്ള ആളിനെയാണ് നമ്മൾ അങ്ങനെ നെയിമിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡയോഡിൻ്റെ നെയിമിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് BJT എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി UJTയും FET ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി BJT എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 എലമെൻ്റ് ഉള്ള ബൈപോളാർ, 2 ജംഗ്ഷനുള്ള ഒരു ഡിവൈസാണ് BJT എന്ന് പറയുന്നത്. 3 എലമെൻ്റ് ഉണ്ട്, 2 ജംഗ്ഷൻ ഉണ്ട്. നോർമലി 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ 2 ജംഗ്ഷൻ വെച്ചിട്ട്, ഒന്ന് 2 P ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഇടയിൽ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറിനെ 2 പുറത്തുമായിട്ട് N ടൈപ്പിന് വയ്ക്കുക. അങ്ങനെ 2 രീതിയിലാണ് BJT നോർമലി കോൺഫിഗറേഷൻ ഉണ്ടാവുക, ഒന്നെങ്കിൽ PNP അല്ലെങ്കിൽ NPN. അപ്പോൾ ഇത് 3 എലമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇതിൽ ഓരോ സെമി കണ്ടക്ടർ പാർട്ടും ഓരോ എലമെൻ്റ് ആണ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. ഇവിടെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 എലമെൻ്റ് ആണ് ഒരു ട്രാൻസിസ്റ്ററിനുള്ളത്. അതിൽ ഒരു പാർട്ടിന് നമ്മൾ ഇവിടെ കളക്ടർ എന്നും, സെൻട്രൽ പോർഷൻ നമ്മൾ ബേസ് എന്നും, ബാക്കിയുള്ള മറ്റേ എൻഡിന് നമ്മൾ എമിറ്റർ എന്നും പറയും. ഇങ്ങനെ ഇതാണ് 3 എലമെൻ്റ് എന്ന് പറയും. കളക്ടർ, ബേസ്, എമിറ്റർ, ഇതിങ്ങനെയാണ് 3 എലമെൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കളക്ടർ, ബേസ്, എമിറ്റർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കളക്ടർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ സൈസ് ആയിരിക്കും. കളക്ടർ, ബേസ്, എമിറ്റർ, ഇങ്ങനെ 3 എണ്ണം. ഇത് 3നെയും നമ്മളൊരു കമ്പാരിസൺ ചെയ്യുകയാണ്.
ഇതിൻ്റെ സൈസ് ഡോപ്പിംഗ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും വളരെ സൈസുള്ള ആളാണ് കളക്ടർ എന്ന് പറയുന്നത്. കളക്ടർ എന്ന് പറയുന്നത് ഫിസിക്കലി ലാർജർ റീജിയൻ ദാൻ എമിറ്റർ റീജിയൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലം ആവശ്യമുണ്ട്. അതായത് ഹീറ്റ് ഡെസിപ്പേഷൻ കൂടുതലാണ് കളക്ടർ റീജിയനിൽ. അതുകൊണ്ടാണ് കളക്ടറിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിട്ട് വെക്കുന്നത്. ഇനി ബേസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ്ലി ലോബ്ഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് എന്നും പറയുന്നത് വളരെ തിന്നായിട്ടുള്ള വളരെ ലൈറ്റ്ലി ലോബ്ഡ് ആയിട്ടുള്ള റീജിയനാണ് ബേസ് എന്ന് പറയുന്നത്. എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള റീജിയനാണ് എമിറ്റർ എന്ന് പറയുന്നത്. എമിറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മീഡിയം ലെവലിലായിരിക്കും. കളക്ടറിൻ്റെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ മീഡിയം. കളക്ടറിൻ്റെ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീഡിയമാണ്. ഏതിൻ്റെ മീഡിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിറ്ററിനേക്കാളും കുറവാണ്, പക്ഷേ ബേസിനേക്കാളും കൂടുതലാണ്. ഇതാണ് മൂന്നിൻ്റെയും കമ്പാരിസൺ, റൈറ്റ്. അപ്പോൾ ഇതും പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ BJT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജംഗ്ഷനുള്ള 3 എലമെൻ്റ് ഉള്ള ഒരു പാർട്ടാണ് BJT. ക്ലിയർ? ആ 3 പാർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ട്രാൻസിസ്റ്റർ പല രീതിയിലാണ് ട്രാൻസിസ്റ്റർ ക്ലാസിഫൈ ചെയ്തത്. അതിന് മുമ്പേ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഈ ട്രാൻസിസ്റ്റർ PNP NPN ട്രാൻസിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ PNP NPN ട്രാൻസിസ്റ്റർ ഒരു ടെസ്റ്റിംഗ് ഒരു കാര്യം ചെയ്യും. ടെസ്റ്റിംഗ് നമുക്ക് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ടെസ്റ്റിംഗ് പറയാം. നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ക്ലാസിഫിക്കേഷനിൽ ഡയോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നത് ഏത് സെമി കണ്ടക്ടറാണ് അത് യൂസ് ചെയ്തത് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ജർമേനിയം ട്രാൻസിസ്റ്റർ നമുക്ക് 2 സെമി കണ്ടക്ടർ ആണെന്നുള്ളത്, ഒന്ന് ജർമേനിയവും സിലിക്കണും. അപ്പോൾ ഏത് ട്രാൻസിസ്റ്ററാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണോ ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെമി കണ്ടക്ടർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്ന സെമി കണ്ടക്ടർ എന്ന് മാനുഫാക്ചർ അതിൻ്റെ ഡാറ്റ ടേബിളിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ട് വെക്കും. സപ്പോസ് നമുക്ക് ഡാറ്റ ടേബിൾ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഏത് സെമി കണ്ടക്ടറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ഉണ്ട്. ഓം മീറ്റർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ജർമേനിയം ആണോ സിലിക്കൺ ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓം മീറ്ററിൻ്റെ നെഗറ്റീവ് ലീഡ് കളക്ടറിലേക്കും പോസിറ്റീവ് ലീഡ് എമിറ്ററിലേക്കും കണക്ട് ചെയ്യാം. നെഗറ്റീവ് ലീഡ് കളക്ടറിലേക്കും പോസിറ്റീവ് ലീഡ് എമിറ്ററിലേക്കും കണക്ട് ചെയ്യാം. റെഡി? അപ്പോൾ ഈ ഒരു സമയത്ത് റെസിസ്റ്റൻസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് റീഡിംഗ് ആയിരിക്കും ഈ സമയത്ത് കാണിക്കുക. ഈ സമയത്ത് ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് ഓം മീറ്ററിനകത്ത് കാണിക്കും. എമിറ്ററിന്, അതായത് നെഗറ്റീവ് നമ്മൾ കളക്ടർ ടു എമിറ്റർ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി മെഷർ ചെയ്യുന്നത്. നെഗറ്റീവ് ടെർമിനൽ കളക്ടറിലും പോസിറ്റീവ് ടെർമിനൽ എമിറ്ററിലും കണക്ട് ചെയ്യുന്നു ഈ സമയത്ത്. ബട്ട് ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ എടുക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് PNP ആണ്. PNP ട്രാൻസിസ്റ്ററിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് NPN ട്രാൻസിസ്റ്റർ ആകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും വരിക. ക്ലിയർ? അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ കളക്ടറിലേക്കും പോസിറ്റീവ് ടെർമിനൽ എമിറ്ററിലേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഓം മീറ്റർ കാണിക്കാം. ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യാം. ആ സമയത്ത് റീഡിങ് ഇനിയും മേലെ പോവും. നേരത്തേക്കാൾ കൂടുതൽ റീഡിങ്ങിലേക്ക് ഇത് ഹയർ ദാൻ ഏർലിയർ വാല്യൂ, കുറച്ചും കൂടെ മേലെ റീഡിങ്ങിലേക്ക് പോകും. ആ റീഡിങ് നോക്കുക. അത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിനകത്ത് റീഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുക. ഓം മീറ്ററിനകത്ത് റീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് റീഡബിൾ. അത് റീഡബിൾ ആണെങ്കിൽ അത് ജർമേനിയം ട്രാൻസിസ്റ്ററാണ്. ഇനി അത് റീഡബിൾ അല്ല, മെഗാ ഓം റേഞ്ചിലാണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് റേഞ്ചിലാണ്, നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഓം മീറ്ററിന് അത് കാണിക്കുന്നേ ഇല്ല എന്നാണെങ്കിൽ അതൊരു സിലിക്കൺ ട്രാൻസിസ്റ്ററാണ്. ഇങ്ങനെയാണ് ജർമേനിയം ആണോ സിലിക്കൺ ആണോ ട്രാൻസിസ്റ്റർ എന്നുള്ളത് ഓം മീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സെമി കണ്ടക്ടർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കോൺഫിഗറേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, NPN ആണോ PNPN ആണോ, NPN ആണോ അല്ലെങ്കിൽ PNP ആണോ, NPN ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുള്ള സെമി കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ബേസ് ചെയ്തിട്ടാണ് NPN PNP എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇനി NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോർമലി
നമുക്ക് 3 റീജിയനാണുള്ളത്. അതിനകത്ത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കണം. അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയാസിങ്ങിലും ആയിരിക്കണം. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലും ആവുന്ന സമയത്താണ് നോർമലി ഒരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ ഞാൻ വെറുതെ പറയാം, നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസ് പറയുന്നു. NPN ട്രാൻസിസ്റ്ററിൽ NPN ഇത് എൻ്റെ എമിറ്റർ പോർഷനാണ്, ഇതെൻ്റെ ബേസ് പോർഷനാണ്, ഇതെൻ്റെ കളക്ടർ ടെർമിനലാണ്. റെഡി? അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും വരും. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ്. ഇതാണ് ഇതിൻ്റെ ബയാസിങ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ. ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിനകത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഴ്സ് വോൾട്ടേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിലാക്കി, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലാക്കി. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർവേഡ് ബയാസിങ് വോൾട്ടേജ് ഇതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ, ഈ റീജിയനിലെ ബാരിയർ പൊട്ടൻഷ്യലിന് മേലെ പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പ്രിപ്പിൽ ചെയ്യപ്പെടും. ഈ ഒരു പോർഷൻ ഇങ്ങനെ പോയിട്ട് ബേസ് റീജിയനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ബേസ് റീജിയനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബേസ് റീജിയൻ എന്ന് പറയുന്നത് അവിടെയും ഹോൾസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഹോൾസുകളൊക്കെ അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്ലി ലോബ്ഡ് ആണ്, അപ്പോൾ അവിടെ ഹോൾസിൻ്റെ എണ്ണമൊക്കെ കുറവായിരിക്കും. ഹോൾസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 രീതിയിലായിരിക്കും ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ബേസിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അതിനെ നമ്മൾ ബേസ് കറണ്ട് എന്ന് പറയും. കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കളക്ടർ കറണ്ട് എന്ന് പറയും. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആണ് ആരുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക, കറണ്ടിൻ്റെ മൂവ്മെൻറ്റ്. IE ഓപ്പോസിറ്റ് വരും, IB ഇങ്ങനെ വരും, IC ഇങ്ങോട്ടും വരും. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനീഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് IE ആണ്. IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആയിരിക്കും. ബേസ് കറണ്ടിൻ്റെയും കളക്ടർ കറണ്ടിൻ്റെയും സം ആയിരിക്കും എപ്പോഴും ആരുടെ വാല്യൂ, എമിറ്റർ കറണ്ടിൻ്റെ വാല്യൂ. ഇതാണ് ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു PNP ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് PNP ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങും പറയുക. പക്ഷേ അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും, ഇലക്ട്രോൺ ആയിരിക്കില്ല. അതാണ് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ പവർ ബേസ് ചെയ്തിട്ടാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. പവർ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ലോ പവർ ട്രാൻസിസ്റ്റർ, രണ്ടാമത്തത് മീഡിയം പവർ ട്രാൻസിസ്റ്റർ, മൂന്നാമത്തത് ഹൈ പവർ ട്രാൻസിസ്റ്റർ. ലോ പവർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാട്ട്സിന് താഴെയുള്ള ട്രാൻസിസ്റ്ററുകളെയാണ് നമ്മൾ ലോ പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയാം. 2 വാട്ടിനും 10 വാട്ടിനും ഇടയിലുള്ള ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ മീഡിയം പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. 10 വാട്ട്സിന് മേലെയുള്ള ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ ഹൈ പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് ട്രാൻസിസ്റ്ററിനെ പവറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫ്രീക്വൻസി ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. ഫ്രീക്വൻസി ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റർ. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ചെയ്തത്. റെഡി? ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് എന്നനുസരിച്ച് 2-3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആവശ്യമില്ല. എങ്ങനെയൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഓരോ ജോയിൻറ്റും ഓരോ ജംഗ്ഷൻ്റെയും മാനുഫാക്ചറിങ് മെത്തേഡ് എങ്ങനെയാണ്, അതനുസരിച്ചാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ജംഗ്ഷൻ, അലോയ് ജംഗ്ഷൻ. എങ്ങനെയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിനകത്തുള്ള ജംഗ്ഷൻ ഉള്ളത്? അലോയ് ജംഗ്ഷൻ, പ്ലേനാർ കോണ്ടാക്ട്, എപ്പിടോക്സിയൽ ട്രാൻസിസ്റ്റർ, മെസ ട്രാൻസിസ്റ്റർ. ഇതെല്ലാം മാനുഫാക്ചറിങ് മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ്. ഈ മാനുഫാക്ചറിങ് മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് ട്രാൻസിസ്റ്ററിൻ്റെ ഡാറ്റ ടേബിളിനകത്ത് നോർമലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ? ഇനി എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളത് ഒന്നെങ്കിൽ മെറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും, അതല്ലെങ്കിൽ സെറാമിക് ആയിരിക്കും. മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറാമിക് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് എവിടെ ഉണ്ടാവും? ട്രാൻസിസ്റ്ററിനകത്ത് ഡാറ്റ ടേബിളിനകത്ത് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ട്രാൻസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് നമ്മൾ വരിക. ഞാൻ പറഞ്ഞു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ട്രാൻസിസ്റ്ററിൻ്റെ ടെസ്റ്റിംഗ് നമ്മൾ ഓമീറ്റർ വെച്ച് ട്രാൻസിസ്റ്ററിനെ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് 2 കണ്ടീഷനാണ് ഉണ്ടാവുക.
റെഡി. ആ ഓം മീറ്റർ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷനിനകത്ത് കൊടുക്കുന്നു. ഒന്നെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഈ ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് ഇത് 0 ഓം ആയിരിക്കും നമ്മുടെ ഓം മീറ്റർ കാണിക്കുക. ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് അത് ഒരു മെഗാ ഓം റേഞ്ചിലുള്ള റീഡിംഗ് ആയിരിക്കും ഒരു ഓം മീറ്റർ തരുന്നത്. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ആൻ ഓം മീറ്റർ. ഒരു ഓം മീറ്റർ യൂസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാണ് ആക്ച്വലി ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് മെഗാ ഓം റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ട്രാൻസിസ്റ്ററിനെ പറ്റി ഒരു ബേസിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷനാണ്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ച് ആയിട്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്ന എന്നുള്ളതാണ്. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ച് ആപ്ലിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ ഉണ്ട്, ഓസിലേറ്റർ ഉണ്ട്, മൾട്ടി വൈബ്രേറ്റർ ഉണ്ട്. ഇങ്ങനെ പല ആപ്ലിക്കേഷൻസും ട്രാൻസിസ്റ്ററിന് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിൻ്റെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ട്രാൻസിസ്റ്റർ എങ്ങനെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസിസ്റ്ററിന് ഒരുപാട് ഓപ്പറേറ്റിംഗ് റീജിയൻസ് ഉണ്ട്. ഒന്ന് കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് റീജിയൻസ് ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ കളക്ടർ ജംഗ്ഷനെ, അതേപോലെ തന്നെ എമിറ്റർ കളക്ടർ ജംഗ്ഷൻ അല്ല, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും നോർമലി നമ്മൾ പറഞ്ഞു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിലാണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ ബയാസിങ് കൊടുക്കുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിലാണ്. അപ്പോൾ ഏത് റീജിയനിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണം തീരുമാനിക്കുന്നത് ട്രാൻസിസ്റ്റർ നമ്മൾ കൊടുക്കുന്ന ബയാസിംഗ് ആണ്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലും കൊടുക്കുമ്പോൾ ആ ട്രാൻസിസ്റ്റർ ഒരു ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും നമ്മൾ റിവേഴ്സ് ബയാസിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്വിച്ചിൻ്റെ ക്ലോസ്ഡ് സ്വിച്ച് അല്ല, ഓപ്പൺ സ്വിച്ച്. ഒരു ഓപ്പൺ സ്വിച്ചിൻ്റെ സിറ്റുവേഷനാണ് അത് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് കട്ട് ഓഫ് റീജിയനകത്ത് ട്രാൻസിസ്റ്ററിനകത്തുള്ള കറണ്ടിൻ്റെ ഫ്ലോ 0 ആയിരിക്കും. ആ സമയത്ത് ആ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ഓപ്പൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒരു സ്വിച്ചിന് 2 സ്റ്റേറ്റ് ഉണ്ട്, ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓൺ സ്റ്റേറ്റ് ഉണ്ട്. ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സ്റ്റേറ്റ് ആണ്, ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റിൽ ഓഫ് സ്റ്റേറ്റിലും ഓൺ സ്റ്റേറ്റിലും ഓഫ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ കട്ട് ഓഫ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷനും റിവേഴ്സ് ബയാസിങ്ങിൽ എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം, ബയാസിങ് കൊടുത്തിരിക്കണം. ഇനി ഈ 2 ബയാസിങ് നമ്മൾ ഫോർവേഡ് ബയാസിങ് ചെയ്യാമെന്ന് വിചാരിക്കാം. എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനെയും 2 ബേസ് ജംഗ്ഷനെയും നമ്മൾ കളക്ടർ ജംഗ്ഷനെയും എമിറ്റർ ജംഗ്ഷനെയും 2 ജംഗ്ഷനെയും നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിലാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് റീജിയനിലായിരിക്കും ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ ആ സാച്ചുറേറ്റഡ് റീജിയനകത്ത് കളക്ടറിൽ കൂടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. സാച്ചുറേഷൻ കറണ്ടായ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാച്ചുറേഷൻ റീജിയൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അതല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഓൺ സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലുമാണ്. കട്ട് ഓഫ് റീജിയൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ജംഗ്ഷനുകളെയും റിവേഴ്സ് ബയാസിങ്ങിൽ കൊടുക്കണം. സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ജംഗ്ഷനുകളെയും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം? 2ഉം ഫോർവേഡ് ബയാസിങ്ങിൽ കൊടുക്കണം. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ആംപ്ലിഫയർ ഉണ്ട്, ഓസിലേറ്റർ ഉണ്ട്, മൾട്ടി വൈബ്രേറ്റർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.